ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈം ആൻഡ് PSC ലേണിംഗ് ആപ്പ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. കൂട്ടുകാരെ, രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിത എന്നറിയപ്പെടുന്ന നമ്മുടെ ഭരണഘടനയിൽ നമുക്കായി എന്തൊക്കെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്? അവ എന്തുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയാൻ കാരണം? കൂട്ടുകാരെ, ദ എക്സിസ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പൗരന്മാർക്കും അടിസ്ഥാനം എന്ന് പറയാവുന്ന ഇത്തരം അവകാശങ്ങളുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ മറ്റു സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വളരെ ആധികാരികമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാൻ പോകുന്നത്. വെൽക്കം ടു ദി ക്ലാസ്. കൂട്ടുകാരെ, നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് നിങ്ങൾക്കറിയാം. കൂട്ടുകാരെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ ജനാധിപത്യ സമൂഹത്തിന് അവിഭാജ്യമായ ചില അവകാശങ്ങളുണ്ട്. ഈ ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പു നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളെ, അതായത് നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും ഒരുപാട് അവകാശങ്ങൾ നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇതിൽ തന്നെ ചില അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് അതിനെ മൗലിക അവകാശങ്ങൾ? ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തുകൊണ്ടാണ് അതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്? വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? കൂട്ടുകാരെ, ദ റൈറ്റ്സ് വിച്ച് ആർ ഫണ്ടമെന്റൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് എ പേഴ്സൺ. ഒരു രാജ്യത്തിലെ ഒരു പൗരന് നിലനിന്ന് പോകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങൾ. മാത്രമല്ല, ഈ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അവർ വേണം. ആ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അവന് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നതാകട്ടെ നമ്മുടെ രാജ്യത്തിന്റെ ഫണ്ടമെന്റൽ റോ. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് എ സിറ്റിസൺ, of an Indian citizen, is guaranteed by the fundamental law of our country. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, the fundamental rights of a citizen is guaranteed by the fundamental law of our country. നമ്മുടെ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിതയാണ് നമ്മുടെ പൗരന് ഏറ്റവും അത്യന്തം നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഈ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉറപ്പു നൽകുന്നത്. കൂട്ടുകാരെ, ഇതിൽ ഏറ്റവും അനിവാര്യമായ അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ, ഹിസ് എക്സിസ്റ്റൻഷ്യൽ നീഡ്, അവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില അവകാശങ്ങൾ. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫണ്ടമെന്റൽ ലോ ഓഫ് അവർ കൺട്രി. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശങ്ങൾ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും രാജ്യത്തിലെ ഈ പറയുന്ന ഭരണവർഗമോ അതിന്റെ ഭാഗമായിട്ടുള്ള ഏതൊരു സംവിധാനമോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ഭരണഘടനയിൽ പ്രത്യേക തരത്തിൽ സംരക്ഷിച്ചിട്ടുള്ള അവകാശങ്ങളുടെ കൂട്ടപാട് മൗലിക അവകാശങ്ങൾ. പ്രത്യേക തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കോ നിങ്ങൾക്കോ ഒരു പൗരൻ എന്ന നിലയിൽ ലഭിക്കേണ്ട മൗലിക അവകാശങ്ങൾ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ നിഷേധിക്കുകയാണെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ അത് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. എനിക്കോ നിങ്ങൾക്കോ അത് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ദ എക്സിസ്റ്റൻഷ്യൽ നീഡ് ഓഫ് അവർ ലൈഫ് ഈസ് ഗ്യാരണ്ടീഡ് ഓഫ് ബൈ ദ കോർ കോൺസ്റ്റിറ്റ്യൂഷൻ. കൂട്ടുകാരെ, ശ്രദ്ധിക്കണേ, ഗവൺമെന്റ് പോലും ഇവ ലംഘിക്കാൻ പാടില്ല. സർക്കാർ സംവിധാനങ്ങൾ എനിക്കോ നിങ്ങൾക്കോ ഇത് നിഷേധിക്കുകയാണെങ്കിൽ, ധ്വംസിക്കുകയാണെങ്കിൽ, തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ ലംഘനത്തിനിരയായ വ്യക്തിക്ക് നേരിട്ട് ഏറ്റവും ഉന്നതമായ കോടതിയിൽ, പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിൽ ചെന്നോ പ്രസ്തുത വ്യക്തിക്ക് നീതി നേടിയെടുക്കുവാനുള്ള അവകാശമുണ്ട്. കൂട്ടുകാരെ, ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശത്തെയാണ്, ഹിസ് എക്സിസ്റ്റൻഷ്യൽ നീഡിനെയാണ്
അവന്റെ അവകാശത്തെയാണ് മൗലിക അവകാശം എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അത് നിഷേധിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഭരണഘടനയിൽ പ്രത്യേക രീതിയിൽ ഇതിനെ സംരക്ഷിച്ച് പൊതിഞ്ഞ് നല്ല തങ്കക്കട്ടയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ഗവൺമെന്റിന് ഇത് ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ ഇത് ഈ വ്യക്തിക്ക്, ഈ പൗരനെ നിഷേധിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പൗരന് കോടതിയെ സമീപിച്ചിട്ടാണെങ്കിൽ പോലും അത് സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഈ പറയുന്ന പൗരന്മാർക്ക് കുറെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ശ്രേഷ്ഠമായതാണ് ഏത്? മൗലിക അവകാശങ്ങൾ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഓഫ് അവർ കൺട്രി. കൂട്ടുകാരെ, ഭരണഘടനയെ നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ഭരണഘടനയിൽ തന്നെ അത്തരത്തിലൊരു മാഗ്ന കാർട്ട പോലെ സവിശേഷമായ സ്ഥാനം അർഹിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്ത് മാത്രമാണ്? അത് മൗലിക അവകാശങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ മാഗ്ന കാർട്ട എന്ന് വിളിക്കാറുണ്ട്. ഇനി ഭരണഘടനയിൽ തന്നെ അത്തരത്തിൽ മാഗ്ന കാർട്ട എന്ന വിശേഷണം അർഹിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്ത് മാത്രമാണ്? കൂട്ടുകാരെ, നമ്മുടെ മൗലിക അവകാശങ്ങൾ മാത്രമാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3, അത് വളരെ ഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നത് ആരുടെ ചിത്രം കൊണ്ടാണ്? രാമ ലക്ഷ്മണന്മാരുടെയും സീതയുടെയും ചിത്രം കൊണ്ടാണ്. ശ്രീരാമനും സീതയും മാത്രമല്ല, രാമ ലക്ഷ്മണന്മാരുടെയും സീതയുടെയും ചിത്രം കൊണ്ടാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. അപ്പൊ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം 3. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിൽ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ശ്രീരാമലക്ഷ്മണന്മാരും പിന്നെ എന്താണ്? സീതയും കൂടി ചേർന്നിട്ടുള്ള ചിത്രമാണ്. വളരെ ഗംഭീരമാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മൗലിക അവകാശങ്ങൾ എന്ന ആശയം നാം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ആധാരമായി പറയപ്പെടുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് എന്ത്? സുപ്രീം കോടതി. കൂട്ടുകാരെ, എനിക്കോ നിങ്ങൾക്കോ മൗലിക അവകാശങ്ങൾ എന്റെയോ നിന്റെയോ സ്റ്റേറ്റ് അല്ലെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ സർക്കാരിന്റെ ഭാഗമായ സംവിധാനങ്ങളോ എനിക്കോ നിങ്ങൾക്കോ മൗലിക അവകാശങ്ങൾ തരുന്നില്ല, അത് തടഞ്ഞു വെക്കുന്നു, അത് ധ്വംസിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കുന്നതിന്, സ്ഥാപിച്ചെടുക്കുന്നതിന് എനിക്കോ നിങ്ങൾക്കോ പരമോന്നത നീതിപീഠത്തെ സമീപിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം. കൂട്ടുകാരെ, എനിക്കും നിങ്ങൾക്കും മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു നൽകുന്നതിന്റെ ഭാഗമായി 32 പ്രകാരം സുപ്രീം കോടതിയും 226 പ്രകാരം ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് എന്ത്? റിട്ടുകൾ. മൗലിക അവകാശത്തിനുള്ള സംരക്ഷണത്തിനുള്ള ഉപകരണം, മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നത് റിട്ടുകൾ. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് ഏത് സാഹചര്യത്തിൽ മാത്രമാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാത്രമാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മൗലിക അവകാശങ്ങളുടെ മേൽ എന്ത് കൊണ്ടുവരും? നിയന്ത്രണങ്ങൾ കൊണ്ടുവരും. അപ്പോൾ അത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾക്കറിയാം രാഷ്ട്രപതിയാണ്. അപ്പോൾ ആ പ്രത്യേക കാലയളവിലേക്ക് പൗരന്റെ മൗലിക അവകാശങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. ഇനി ഇതിന്റെ നാൾ വഴികളാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും
ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം. ശ്രദ്ധിക്കണേ, മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി. കൂട്ടുകാരെ, മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി 1927 മദ്രാസ് സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത് 1927 മദ്രാസ് സമ്മേളനം. എന്നാൽ 1928 അവകാശ പത്രിക, അത്തരത്തിലൊരു അവകാശ പത്രിക വേണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ, പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ചൊരു പത്രിക വേണമെന്ന് ആവശ്യമുന്നയിച്ച കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. അപ്പൊ മോത്തിലാൽ നെഹ്റു കമ്മിറ്റി അവകാശ പത്രിക വേണമെന്ന് ആവശ്യം ഉന്നയിച്ച വർഷം 1928. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. എന്നാൽ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതിന് കാരണമുണ്ട്. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കുന്നത് ഇദ്ദേഹം അധ്യക്ഷനായ 1931 കറാച്ചി സമ്മേളനമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേല്, ഇദ്ദേഹം അധ്യക്ഷനായ കറാച്ചി സമ്മേളനമാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ 31 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ്. കൂടാതെ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിലേക്ക് പോകും മുൻപ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി കണ്ടുവരുന്നു. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന. ഈ ഭരണഘടന നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും കുറെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ അവകാശങ്ങൾ, ദി എക്സിസ്റ്റൻഷ്യൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അങ്ങനെ ചില അവകാശങ്ങളെ ഒരു ശ്രേഷ്ഠമായ പദവി കൊടുത്ത് വക മാറ്റി വെച്ചിട്ടുണ്ട്, വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശ്രേഷ്ഠമായ അവകാശങ്ങളെ, അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽപ്പിന്, ഓരോ പൗരന്റെയും നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ചില അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ പ്രത്യേകം ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശം ആണ് മൗലിക അവകാശങ്ങൾ. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫണ്ടമെന്റൽ ലോ ഓഫ് അവർ കൺട്രി, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഇത് നിഷേധിക്കാൻ പാടില്ല. കൂട്ടുകാരെ, ഇതിൽ പ്രത്യേക തരത്തിൽ സംരക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പോലും ഇത് ലംഘിക്കാൻ പാടില്ല. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ ലംഘനത്തിനിരയായ വ്യക്തിക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിച്ചുകൊണ്ട് നീതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3 പരാമർശിക്കുന്ന അനുച്ഛേദങ്ങൾ 12 മുതൽ 35 വരെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം 3. ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ശ്രീ രാമ ലക്ഷ്മണന്മാരും സീത. അത് അവരുടെ ചിത്രമാണ്. ഈ ആശയം നാം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് ഉപകരണം എന്നറിയപ്പെടുന്നത് റിട്ടുകളാണ്. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത് അടിയന്തരാവസ്ഥ സാഹചര്യത്തിലാണെന്ന് പ്രത്യേകം ഓർക്കുക. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ഇതിന്റെ നാൾവരികൾ പരിശോധിച്ചാൽ മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ MA അൻസാരി. 28 അവകാശ പത്രിക വേണമെന്ന് ഉന്നയിച്ച കമ്മിറ്റി മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹം അധ്യക്ഷനായ കറാച്ചി സമ്മേളനമാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് എങ്കിൽ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. കൂട്ടുകാരെ, ഇതിന്റെ ചില പ്രത്യേക സവിശേഷതകളിലേക്ക് നമ്മൾ പോകുകയാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും കോർപ്പറേഷനുകൾ, കമ്പനികൾ പോലെയുള്ള
നിയമനിർമ്മിത വ്യക്തിത്വങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ചിലത് പൗരന്മാർക്ക് മാത്രം, ചിലത് സിറ്റിസൺസിന് വേണ്ടി മാത്രമുള്ളതാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പൊ 21A എന്താണ് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യപരമായ വിദ്യാഭ്യാസം കൊടുക്കണം. ഇതൊരു സിറ്റിസൺ റൈറ്റ് ആണ് കൂട്ടുകാരെ. എന്നാൽ മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും കോർപ്പറേഷനുകൾ, കമ്പനികൾ പോലെയുള്ള നിയമനിർമ്മിത വ്യക്തിത്വങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൗലിക അവകാശങ്ങൾ പരിപൂർണമോ സമ്പൂർണമോ അല്ല. ഇത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല. കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യ പുരോഗതിക്ക് ആവശ്യമായ, നമ്മുടെ രാജ്യ നന്മയ്ക്ക് ആവശ്യമായ, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഭരണഘടന അനുസൃതമായി നമ്മുടെ മൗലിക അവകാശങ്ങളിൽ മേൽ ഏർപ്പെടുത്താനുള്ള അവകാശം, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. അപ്പൊ മൗലിക അവകാശങ്ങൾ പരിപൂർണമോ അല്ല, പരിപൂർണമോ സമ്പൂർണമോ അല്ല, അബ്സല്യൂട്ട് അല്ല. അവ അനിയന്ത്രിതമോ അൺലിമിറ്റഡോ അല്ല. കാലാകാലങ്ങളിൽ അവയ്ക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആർക്ക് അവകാശമുണ്ട്? പാർലമെന്റിന് അവകാശമുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് വ്യവസ്ഥാ വിധേയമാണ്. ഇത് ആരാണ് അങ്ങനെ അവകാശമുണ്ട്, ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അവകാശമുണ്ടെന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭരണഘടന തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവയ്ക്കുമേൽ ഗവൺമെന്റിന് യുക്തിപരമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഗവൺമെന്റിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യായമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഭരണഘടന അനുസൃതമായ ചില നിയന്ത്രണങ്ങൾ കാലത്തിനനുസരിച്ച് രാജ്യ നന്മയെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്? ജനങ്ങളുടെ മൗലിക അവകാശങ്ങളിൽ മേൽ ഏർപ്പെടുത്താവുന്നതാണ്. ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കോടതിക്കാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്, ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് നോട്ട് അൺലിമിറ്റഡ്. ഇത് വ്യവസ്ഥാ വിധേയമാണ്. ആ കാലത്തിനനുസരിച്ച് യുക്തിപരമായ റീസണബിൾ നിയന്ത്രണങ്ങൾ ഇതിൽ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന. പക്ഷെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് ന്യായമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? കോടതികൾക്കായിരിക്കും. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരന്റെ ഒരു സംരക്ഷണ കവചമായി മൗലിക അവകാശങ്ങൾ നിലകൊള്ളുന്നു. കൂട്ടുകാരെ, ഇപ്പൊ ആർട്ടിക്കിൾ 20 അല്ലെ, എന്താണ്? ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങളാണ്. ഇപ്പൊ ഒരു പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒരു പൗരന്റെ അവകാശങ്ങളിൽ മേൽ കടന്നു കയറുകയാണ് സർക്കാർ എങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയങ്ങളിൽ ഒരു സംരക്ഷണ കവചമായി മാറി നിൽക്കുന്നുണ്ട്. ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുറ്റവാളിക്കും ചില അവകാശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 20 പറയുന്ന അവന്റെ മൗലിക അവകാശം ഒരു സംരക്ഷണ കവചമാണ് അല്ലെ. ഒരേ സമയം ഇല്ലാത്ത നിയമത്തിന്റെ മേൽ അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ആരോപിക്കാൻ പാടില്ല അല്ലെ. മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു നിയമത്തിന്മേൽ ഇന്നയാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ നിയമം നിലവിലില്ല അല്ലെ. അപ്പൊ അങ്ങനെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവന്ന ആ വ്യക്തിക്കെതിരെ കുറ്റം ആരോപിക്കാനൊന്നും അവകാശമില്ല. ഒരു പൗരൻ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും അവൻ അവകാശമുണ്ട് ആർട്ടിക്കിൾ 20 പ്രകാരം. കൂട്ടുകാരെ, അത്തരത്തിൽ മൗലിക അവകാശങ്ങൾ പലപ്പോഴും പൊതിഞ്ഞു പിടിക്കുന്ന സംരക്ഷണ കവചമായി എന്ത് ചെയ്യാറുണ്ട്? മാറാറുണ്ട്. കൂട്ടുകാരെ, നമ്മളൊരു ആമുഖമാണ്, ഇൻട്രോയാണ് പറയുന്നത്. കൂടുതൽ വിശദീകരിച്ച് ഓരോ ആർട്ടിക്കിളും നമ്മൾ എന്ത് ചെയ്യും? വളരെ അഗാധമായി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ഒരു പൗരന്റെ സംരക്ഷണ കവചമായി മൗലിക അവകാശങ്ങൾ നിലകൊള്ളുന്നുണ്ട്. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. കൂട്ടുകാരെ, ഒരു പൗരന് അനുകൂലമായി ചില അവകാശങ്ങൾ, പക്ഷെ അത് ഭരണകൂടത്തിന്റെ അധികാരത്തിന്മേലുള്ള, അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്മേലുള്ള ചില നിയന്ത്രണങ്ങളായി മാറുന്നുവെങ്കിൽ അത്തരത്തിലുള്ള അവകാശങ്ങളെ നെഗറ്റീവ് സ്വഭാവമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. നെഗറ്റീവ് സ്വഭാവമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നു. കൂട്ടുകാരെ, ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. ഇവ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട്. പോസിറ്റീവ് ചില പ്രത്യേക അവകാശങ്ങൾ. ഫോർ എക്സാമ്പിൾ 21A ഒരു പൗരന് 21A എന്താണ്? 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടിക്ക് അവൻ പണ്ഡിതനോ പാമരന്റെയോ മകനായിക്കൊള്ളട്ടെ, ദരിദ്രന്റെയോ സമ്പന്നന്റെയോ മകനായിക്കൊള്ളട്ടെ, അവൻ താമസിക്കുന്നത് കടലിനടിയിലോ ഭൂമിക്ക് മുകളിലോ, ഈ പറഞ്ഞ പോലെ പാതാളത്തിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആദിവാസി കൂട്ടത്തിലായിക്കൊള്ളട്ടെ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്
അവന്റെ പ്രായം 6 മുതൽ 14 വയസ്സ് വരെയാണെങ്കിൽ അവൻ എന്ത് കൊടുത്തേ മതിയാകൂ എന്നുള്ളത്, ഈ പറയുന്ന വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ എന്നുള്ളത്. കൂട്ടുകാരെ ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ 19 പറയുന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. എനിക്ക് എവിടെയും പോകാം, എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ടെന്ന്. കൂട്ടുകാരെ, എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുമ്പോൾ പക്ഷെ അവിടെ പറഞ്ഞു വെക്കുന്നത് എനിക്കെതിരെ അങ്ങനെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള സർക്കാരിന്റെ ചില അധികാരങ്ങളിൽ മേലുള്ള ഒരു 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 അടച്ചു വെക്കൽ അവിടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ നെഗറ്റീവ് സ്വഭാവമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. കൂടുതൽ വിശദീകരിച്ച് നമ്മളത് കാണും, പിന്നീട് വിശദമായിട്ട് കാണും. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ എന്ത് ചെയ്യുന്നു, പരിമിതപ്പെടുത്തുന്നു. മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. ഇവ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്, ജസ്റ്റിസ്യബിൾ ആണ് എന്ന് വെച്ചാൽ ഇത് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നവയാണ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന്, എന്തുകൊണ്ടാണ് ഇതിനെ ജസ്റ്റിസ്യബിൾ റൈറ്റ് എന്ന് വിളിക്കുന്നത്? മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു പൗരന് കോടതിയെ സമീപിക്കാനും, കൂട്ടുകാരെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ജസ്റ്റിസ്യബിൾ റൈറ്റ്? എന്തുകൊണ്ടാണ് അതിനെ ജസ്റ്റിസ്യബിൾ റൈറ്റ് എന്ന് വിളിക്കുന്നത്? ഇത് ന്യായവാദത്തിന് അർഹമാണ്. ഇത് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കൂട്ടുകാരെ, എല്ലാ റൈറ്റ്സും ജസ്റ്റിസ്യബിൾ റൈറ്റ്സ് അല്ല. ഇതിനെ പക്ഷെ ജസ്റ്റിസ്യബിൾ റൈറ്റ് എന്ന് വിളിക്കുന്നു, ന്യായവാദത്തിന് അർഹമാണെന്ന് വിളിക്കുന്നു, കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. മൗലിക അവകാശങ്ങൾ ജസ്റ്റിസ്യബിൾ ആണ്. എന്തുകൊണ്ട് അത് ജസ്റ്റിസ്യബിൾ ആണ്? മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും എന്ത് ചെയ്യുന്നതാണ്, സാധിക്കുന്നതാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിൽ തടയാൻ കഴിയുന്ന ഒന്നല്ല ഏത് മൗലിക അവകാശം. മൗലിക അവകാശം തടയുന്നതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. കാരണം മൗലിക അവകാശങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നത് ഭരണഘടനയാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളെ തടയുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണഘടനാ ഭേദഗതി വരുത്തുക. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ ഇംഗ്ലീഷിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫണ്ടമെന്റൽ റൈറ്റ്? ബിക്കോസ് ദീസ് റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ബൈ ദ ഫണ്ടമെന്റൽ ലോ ഓഫ് അവർ കൺട്രി. അതേതാണ് ഈ ഫണ്ടമെന്റൽ ലോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന അവകാശങ്ങളാണ് ഈ മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഈ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുക, നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല മൗലിക അവകാശം. കാരണം മൗലിക അവകാശം ഗ്യാരണ്ടി നിൽക്കുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ മൗലിക അവകാശങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിൽ ഇനി അത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ പോലും അത് ഒരു കാരണവശാലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന സംഹിതയെ ബാധിക്കാത്ത തരത്തിൽ വേണം എന്ന് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ പാർലമെന്റിന് കൊണ്ടുവരാൻ അങ്ങനെ പറ്റുള്ളൂ. ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത തരത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് പാർലമെന്റിന് സാധിക്കുകയുള്ളൂ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത തരത്തിൽ മാത്രമേ പാർലമെന്റിന് ഇത്തരത്തിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നാണോ മൗലിക അവകാശം? അല്ല. അതിന് എന്ത് വേണ്ടി വരും? ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ, ബേസിക് സ്ട്രക്ചറിനെ ഒന്ന് പോറല് പോലും ഏൽപ്പിക്കാത്ത തരത്തിൽ മാത്രമേ പാർലമെന്റിന് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന് ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചുള്ള മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ്. കൂട്ടുകാരെ, 352 പ്രകാരം രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. കൂട്ടുകാരുടെ കാരണം യുദ്ധമാണ്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമാണ്, അല്ലെങ്കിൽ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര
കലാപമാണ്. അപ്പൊ ഏത് കാരണം കൊണ്ടോ ആയിക്കൊള്ളട്ടെ, രാജ്യത്ത് അടിയന്തരാവസ്ഥ 352 പ്രകാരം നമ്മുടെ രാഷ്ട്രപതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 20ഉം 21ഉം ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം എന്ത് ചെയ്യാവുന്നതാണ്? റദ്ദ് ചെയ്യുന്നതാണ്. കൂട്ടുകാരെ, അങ്ങനെ പറയുന്ന ആർട്ടിക്കിളാണ് 359. അപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് ഏർപ്പെടുത്തുന്ന ചില നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുന്നതാണ് 358ഉം 359ഉം. 358 എന്താണ് പറയുന്നത്? 352 എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങളും എന്ത് ചെയ്യപ്പെടുന്നതാണ്? റദ്ദു ചെയ്യപ്പെടുന്നതാണ്. തൽക്ഷണം റദ്ദു ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 358. തൽക്ഷണം ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ്. കൂട്ടുകാരെ, ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധം കാരണമാണ്, നുഴഞ്ഞുകയറ്റം മൂലമാണ് എങ്കിൽ അടിയന്തരാവസ്ഥ 352 പ്രകാരം പ്രഖ്യാപിക്കുന്നത് യുദ്ധം മൂലമാണ്, നുഴഞ്ഞുകയറ്റം മൂലമാണ് എങ്കിൽ തൽക്ഷണം തന്നെ 352 പ്രകാരം 358 പ്രകാരം ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യപ്പെടുന്നതാണ്? റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആഭ്യന്തര കലാപം മൂലമാണ് എങ്കിൽ തൽക്ഷണം എന്ത് ചെയ്യപ്പെടുന്നതല്ല? ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുന്നതല്ല. ഇത് ഒരു എക്സെപ്ഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ആർട്ടിക്കിളാണ് 359. നിങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു 352 പ്രകാരം. കൂട്ടുകാരെ, 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 20ഉം 21ഉം, അതായത് ഒരു കുറ്റവാളി എന്ന നിലയിൽ കുറ്റവാളിക്ക് ലഭിക്കേണ്ട അവകാശമാണ് 20. സ്വത്തിനും ജീവനുമുള്ള ഒരു പൗരന്റെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നതാണ് 21. 20ഉം 21ഉം സ്ഥാപിച്ചെടുക്കാനുള്ള, അതായത് 20, 21ഉം സ്ഥാപിച്ചെടുക്കാൻ ഒരു കോടതിയെ സമീപിക്കാനുള്ള ഒരു പൗരന്റെ മൗലിക അവകാശത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതൊഴികെയുള്ള മറ്റു മൗലിക അവകാശങ്ങളെയെല്ലാം അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവന്റെ അവകാശത്തെ 359 പ്രകാരം എന്ത് ചെയ്യാവുന്നതാണ്? റദ്ദ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക. രാജ്യത്ത് 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധം കാരണമോ ആഭ്യന്തര കലാപം മൂലമോ ആണ് എങ്കിൽ 358 പ്രകാരം ആർട്ടിക്കിൾ 19 തൽക്ഷണം എന്ത് ചെയ്യപ്പെടുന്നതാണ്? റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. ഇനി 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആഭ്യന്തര കലാപം മൂലമാണ് എങ്കിൽ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നതല്ല? റദ്ദ് ചെയ്യപ്പെടുന്നതല്ല. ഒന്നും കൂടി ആവർത്തിക്കുന്നു. 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധമോ നുഴഞ്ഞുകയറ്റം മൂലമോ ആണെങ്കിൽ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങളും തൽക്ഷണം റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. ഇനി 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആഭ്യന്തര കലാപം മൂലമാണ് എങ്കിൽ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്നതല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 352 പ്രകാരം കൂട്ടുകാരെ എന്താണ് സംഭവിക്കുന്നത്? 359 പ്രകാരം 20ഉം 21ഉം ഒഴികെയുള്ള മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള ഒരു പൗരന്റെ അവകാശം റദ്ദ് ചെയ്യാവുന്നതാണ് രാഷ്ട്രപതിക്ക്. എന്നാൽ 20ഉം 21ഉം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവന്റെ മൗലിക അവകാശത്തെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 359ന്റെ പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അടിയന്തരാവസ്ഥ 352 പ്രകാരം പ്രഖ്യാപിച്ചു. 20ഉം 21ഉം സ്ഥാപിച്ചെടുക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനുള്ള അവന്റെ അവകാശം ഒരു കാരണവശാലും റദ്ദ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ 359 പ്രകാരം ഇതൊഴികെയുള്ള 20ഉം 21ഉം ഒഴികെയുള്ള മറ്റു മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവന്റെ അവകാശത്തെ എന്ത് ചെയ്യാവുന്നതാണ്? റദ്ദ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും വളരെ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ മേൽ ചില നിയന്ത്രണങ്ങൾ വരും. അതിൽ ഒന്നാമത്തേത് 358, രണ്ടാമത്തേത് 359. 358 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 382 പ്രകാരം അടിയന്തരാവസ്ഥ യുദ്ധം മൂലമോ ആഭ്യന്തര കലാപം മൂലമോ പ്രഖ്യാപിച്ചു. യുദ്ധം മൂലമോ നുഴഞ്ഞുകയറ്റം മൂലമോ പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ, ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങളും തൽക്ഷണം റദ്ദ് ചെയ്യപ്പെടും. എന്നാൽ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആഭ്യന്തര കലാപം മൂലമാണ് എങ്കിൽ
ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 സ്വാതന്ത്ര്യങ്ങളും നിങ്ങളെ എന്ത് ചെയ്യില്ല, വിട്ട് പിരിയുന്നതല്ല, അതായത് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് എന്താണ്? 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ 359 പ്രകാരം 20ഉം 21ഉം ഒഴികെയുള്ള പൗരന്റെ മൗലിക അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവന്റെ അവകാശം എന്ത് ചെയ്യപ്പെടുന്നതാണ്? റദ്ദു ചെയ്യപ്പെടുന്നതാണ്. 20ഉം 21ഉം സ്ഥാപിച്ചെടുക്കാനുള്ള അവന്റെ മൗലിക അവകാശം സ്ഥാപിച്ചെടുക്കാൻ കോടതിയെ സമീപിക്കാനുള്ള അവന്റെ അവകാശത്തെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, റദ്ദ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ. അടുത്തത് വ്യക്തമാണ്, നേരത്തെ പറഞ്ഞതാണ്. ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടന ഉൾപ്പെടുത്തുകയുണ്ടായി. അവ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതിനാൽ ഗവൺമെന്റ് തന്നെ അവ ലംഘിക്കുകയില്ല എന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്നു. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങൾ ഓർഡിനറി ലോസ് ആണെങ്കിൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തിന്റെ ഭരണഘടന. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് കൂട്ടുകാരെ. നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സാധാരണ നിയമങ്ങളാണ് എങ്കിൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിച്ച് ഉറപ്പു നൽകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. സാധാരണ നിയമങ്ങളെ ലളിതമായ നടപടിക്രമത്തിലൂടെ ഭേദഗതി ചെയ്യുമ്പോൾ മൗലിക അവകാശങ്ങളുടെ ഭേദഗതിക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ, സാധാരണ ഒരു നിയമം മൂലം നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അവകാശമാണെങ്കിൽ ആ അവകാശത്തിൽ ഭേദഗതി വരുത്താനായിട്ട് സാധാരണ ആ നിയമം ഒന്ന് ഭേദഗതി ചെയ്താൽ മതിയാകും, അല്ലെ? അതിന് ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. പക്ഷെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ അതിൽ ഭരണഘടനാ ഭേദഗതി തന്നെ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാര്യനിർവഹണ വിഭാഗത്തിന്റെയും നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ള വിഭാഗമാണ് സുപ്രീം കോടതി ഉൾപ്പെടുന്ന നീതിന്യായ വിഭാഗം. ഇവിടെ പറഞ്ഞു വെക്കുന്നത് കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ് വിഭാഗം, അതുപോലെ തന്നെ നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേച്ചർ വിഭാഗം, ലെജിസ്ലേച്ചർ. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ് വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, ലെജിസ്ലേച്ചർ വിഭാഗം എന്നിവരുടെ പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ള ഒരു വിഭാഗമാണ് ഏത്? നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊക്കെ ഒന്നുകൂടി കണ്ടുവരാം. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ചില റൈറ്റ്സ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും, കോർപ്പറേഷനുകൾ, കമ്പനികൾ പോലെയുള്ള നിയമനിർമ്മിത വ്യക്തിത്വങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. മൗലിക അവകാശങ്ങൾ പരിപൂർണമോ അബ്സല്യൂട്ടോ അൺലിമിറ്റഡോ അല്ല. അവയ്ക്കുമേൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഈ നിയന്ത്രണങ്ങൾ അത് ന്യായമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് കോടതികളാണ്. ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ ചില നടപടിക്രമങ്ങൾക്കെതിരെ പൗരന്റെ സംരക്ഷണ കവചമായി എപ്പോഴും ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്? മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്, നിലകൊള്ളുന്നുണ്ട്. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവം. എന്തുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് സ്വഭാവമുള്ളത് എന്ന് വിശേഷിപ്പിക്കുന്നത്? കാരണം അവ സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. കൂടാതെ എനിക്ക് റൈറ്റ് എന്താ പറയാ, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന ഒരു അവകാശം, ഇത് ഈ ഒരു റൈറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു റൈറ്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 19 പറയുന്നത്. എന്നാൽ മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ള റൈറ്റുകളാണ്. ഈ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മുതൽ 14 വയസ്സിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യപരമായ വിദ്യാഭ്യാസം. അപ്പോൾ ചില റൈറ്റ്സ്, നെഗറ്റീവ് സ്വഭാവമുള്ള ചില റൈറ്റ്സ് സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. വേറെ മറ്റ് പോസിറ്റീവ് സ്വഭാവമുള്ള റൈറ്റ്സ് വ്യക്തികൾക്ക് ചില
ചില പ്രത്യേക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു, നൽകുന്നു, ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്, ജസ്റ്റിസിയബിൾ ആണ്, കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. സാധാരണ നിയമം കൊണ്ട് പാർലമെന്റിന് തടയാൻ കഴിയുന്ന ഒന്നല്ല മൗലിക അവകാശം. അതിന് ഭരണഘടനാ ഭേദഗതി വേണ്ടിവരും. കാരണം മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തണം, നിയന്ത്രണം കൊണ്ടുവരണമെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭരണഘടനയുടെ അടിസ്ഥാന സംഹിതയെ, അടിസ്ഥാന ഘടനയെ, ബേസിക് സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്താതെ വേണം ഇത്തരത്തിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട്. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്, വീണ്ടും അത് പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൂട്ടുകാരെ, ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അത് മൗലിക അവകാശങ്ങളിന്മേലുള്ള നിയന്ത്രണം അടിയന്തരാവസ്ഥ കാലത്ത് വിശദീകരിച്ച് പറഞ്ഞതാണ്. 358ഉം 59ഉം ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അവ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്നാണ്. കൂട്ടുകാരെ, മൗലിക അവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതിനാൽ ഗവൺമെന്റ് തന്നെ അവ ലംഘിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് സാധാരണ നിയമങ്ങളാണെങ്കിൽ ഭരണഘടനാ അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തിന്റെ ഭരണഘടനയാണ്. സാധാരണ നിയമങ്ങളെ ലളിതമായ നടപടിക്രമത്തിലൂടെ ഭേദഗതി ചെയ്യുമ്പോൾ മൗലിക അവകാശങ്ങളുടെ ഭേദഗതിക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കാര്യനിർവഹണ വിഭാഗത്തിന്റെയും എക്സിക്യൂട്ടീവ് വിഭാഗത്തിന്റെയും ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവർത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളതാണ് ഏത്? നീതിന്യായ വിഭാഗം. കൂട്ടുകാരെ, ഇത്രയും സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ചില മൗലിക അവകാശങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. കൂടാതെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച്, ഫ്രീഡംസിനെ കുറിച്ച് 19 മുതൽ 22 വരെയുള്ള. ഇക്വാളിറ്റി, റൈറ്റ് ഫോർ ഇക്വാളിറ്റി 14 മുതൽ 18 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവന്റെ അവകാശം 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഒരു വ്യക്തിക്ക് അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതുമായ ബന്ധപ്പെട്ട അവകാശം 25 മുതൽ 28 വരെ. മൈനോറിറ്റീസിന് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ ആശയം, അവരുടെ സംസ്കാരം പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം, മൈനോറിറ്റീസിനുള്ള അവകാശം 29ഉം 30ഉം. ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം 32. കൂട്ടുകാരെ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ: റൈറ്റ് ഫോർ ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം 13 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ഫോർ ഫ്രീഡം, അല്ലെ, അതെന്താണ് 14, 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഒരു മൈനോറിറ്റിക്ക് ലഭിക്കേണ്ട അവകാശം 29, 30. ഭരണഘടനാ പ്രതിനിധികൾക്കുള്ള അവകാശം 32. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. 7. നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടന മൗലിക അവകാശങ്ങളുടെ 7 എങ്കിൽ നിലവിൽ അറ്റ് പ്രസന്റ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. കൂട്ടുകാരെ, നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് എടുത്ത് മാറ്റിയതുമായ അവകാശമാണ് ആർട്ടിക്കിൾ 31 പ്രതിപാദിക്കുന്ന സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. അതൊരു വാസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. വാസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശം മാത്രമാണ്, ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന മൗലിക അവകാശങ്ങളുടെ 7. എന്നാൽ ഇന്ന് എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ അവകാശം ഏതാണ്? സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം എത്രയാണ്? അത് 31. അത് എത്രയാണ്? അത് 31. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം ഉണ്ടായിരുന്നു, അത് മൗലിക അവകാശമായിരുന്നു. ഇന്ന് സ്വത്തവകാശം ഒരു നിയമ അവകാശം മാത്രമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 44ാമത്തെ ഭേദഗതി വഴിയാണ്. 44ാമത്തെ ഭേദഗതി വരുന്നത് 1979 നിലവിൽ വരുന്നത്.
വരുന്നത്. സ്വത്തവകാശത്തെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ പിന്നീട് പുതിയതായി കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിലാണ്. സ്വത്തവകാശം ആദ്യം 3ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. അവിടെ നിന്നും അതിനെ അടർത്തി മാറ്റി 12ാം ഭാഗത്തിൽ വെറും ഒരു നിയമ അവകാശം മാത്രമായി 300A എന്ന ആർട്ടിക്കിളിലൂടെ എഴുതി ചേർത്തു. കൂട്ടുകാരെ, 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് 300A. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ മുൻപ് പ്രതിപാദിച്ചിരുന്ന മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 31 ഇന്ന് 31 ഇല്ല. പകരം അതിനെക്കുറിച്ച് എഴുതിക്കാൻ വേണ്ടിയിട്ട് 300A എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. 44ാം ഭേദഗതി വഴിയായി സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് എഴുതി ചേർത്ത ആർട്ടിക്കിൾ 300A. അത് കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിലായിരുന്നു. നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത് 3ാം ഭാഗത്തിലാണ്, 31 എന്ന ആർട്ടിക്കിളിലാണ്. അവിടെ നിന്നും അതിനെ അടർത്തിയെടുത്ത് 300A എന്ന ആർട്ടിക്കിളിലൂടെ എഴുതി ചേർത്തു. അപ്പോൾ 3ാം ഭാഗത്തിൽ ഉണ്ടായിരുന്ന മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ 12ാം ഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വെറും ഒരു നിയമ അവകാശം എന്ന പേരിൽ മാത്രം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ. എന്താണ് സ്റ്റേറ്റ്? സ്റ്റേറ്റിന്റെ നിർവചനം ഇതാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. വിശദമായിട്ട് നമുക്ക് കാണേണ്ടി വരും. കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും എന്നിവ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. എന്താണ് സ്റ്റേറ്റ്? കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും, ഐ റിപ്പീറ്റ്, കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും എന്നിവ ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ്. കൂട്ടുകാരെ, സ്റ്റാറ്റ്യൂട്ടറി അതായത് നിയമം മൂലം സ്ഥാപിതമായതോ അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി സർക്കാരിന്റെ പ്രത്യേക ഉത്തരവുകൾ മൂലം നിലവിൽ വന്ന ചില സ്ഥാപനങ്ങളോ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞു വെക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂട്ടുകാരെ. ആർട്ടിക്കിൾ 12 പ്രകാരം സംസ്ഥാനത്തിന്റെ പരിധിയിൽപ്പെടുന്ന, അതായത് സ്റ്റേറ്റിന്റെ പരിധിയിൽപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും, പ്രത്യേകിച്ച് സ്റ്റേറ്റിന്റെ ചില പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്ന ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, ഫോർ എക്സാമ്പിൾ BCCI എന്താണ്, സർക്കാർ കുറെ ടാക്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സർക്കാരിന്റെ സ്ഥലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ കുറെ ആനുകൂല്യങ്ങൾ BCCIക്ക് കൊടുക്കുന്നുണ്ട്. സർക്കാർ സൗജന്യമായി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട് ഒരു മത്സരം കൊടുക്കുന്ന സമയത്ത്. അത്തരത്തിൽ സർക്കാർ ചില ആനുകൂല്യങ്ങൾ, ടാക്സ് എക്സംഷൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു പ്രോപ്പർട്ടി മേടിക്കുന്നു, അവിടെ പുതിയൊരു ഒരു സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു, പുതിയൊരു സ്റ്റേഡിയം പണി കഴിപ്പിക്കുന്നു. അത്തരത്തിലൊക്കെ ഒരുപാട് കൺസെഷൻസ് ഇത്തരത്തിൽ BCCIക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ കൺസെഷൻസ് നേടിയെടുക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് എങ്കിൽ പോലും ഈ സ്റ്റേറ്റിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. അതിനാൽ ഇവയുടെ പ്രവർത്തനങ്ങളാൽ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ഇവയിൽ ഏതിനെതിരെയും നിയമസഹായം തേടാവുന്നതാണ്. അതായത് ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സർക്കാരിന്റെ സഹായം പറ്റുന്ന, പ്രിവിലേജ് അനുഭവിക്കുന്ന, ഏതെങ്കിലും ആനുകൂല്യം പിൻചൊല്ലുന്ന, കൈപ്പറ്റുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിനെതിരെയാണ് എങ്കിൽ പോലും നമ്മുടെ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടെന്ന് തോന്നിയാൽ അവർക്കെതിരെ നിയമസഹായം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, തേടാവുന്നതാണ്. അപ്പൊ ആർട്ടിക്കിൾ 12 വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു. സ്റ്റേറ്റ് എന്താണെന്ന് പറയുന്നു, കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. നിയമം മൂലം സ്ഥാപിതമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും അതുപോലെ തന്നെ ഉത്തരവിന്റെ പിൻബലത്തിൽ വന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇതിൻ പ്രകാരം സംസ്ഥാനത്തിന്റെ ആനുകൂല്യം പിൻപറ്റുന്ന, അല്ലെ, അവരുടെ പ്രിവിലേജസ് കൈപ്പറ്റുന്ന, ചില പ്രത്യേക നികുതി ഇളവുകൾ കൈപ്പറ്റുന്ന സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് സുപ്രീം കോടതി പ്രത്യേകം. ഫോർ എക്സാമ്പിൾ BCCI, ടാക്സ് എക്സെപ്ഷൻസ് ഒരുപാട് നേടിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് BCCI. തീർച്ചയായിട്ടും BCCI സ്റ്റേറ്റിന്റെ ഭാഗമാണ്, അതൊരു സ്വകാര്യ സ്ഥാപനമാണ് എങ്കിൽ പോലും. അപ്പൊ അതിനാൽ തന്നെ അവയുടെ പ്രവർത്തനങ്ങളിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ നിയമസഹായം എന്ത് ചെയ്യാവുന്നതാണ്, തേടാവുന്നതാണ് എന്ന് ഞാൻ പറയുന്നു. അടുത്തൊരു ആർട്ടിക്കിൾ 13 പറയുന്ന ഒരു കാര്യമാണ് കൂട്ടുകാരെ, എന്ത്, ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നീതിന്യായ പുനർപരിശോധന. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ. കൂടാതെ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. കൂട്ടുകാരെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്ക് ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാരെ ശ്രദ്ധിക്കുക. പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ, സർക്കാരിന്റെ ഉത്തരവുകൾ, മറ്റ് മൗലിക അവകാശങ്ങളെ അത്തരത്തിൽ ഹനിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവ അസാധുവാക്കാനുള്ള അധികാരം 32 പ്രകാരം സുപ്രീം കോടതിക്കുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് പുനർപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അങ്ങനെ
ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവ അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ അഥവാ നീതിന്യായ പുനർപരിശോധന. പക്ഷെ ഇത്തരത്തിലൊരു വാക്ക്, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്ക് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഓരോ സംവിധാനങ്ങളോ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് ഹൈക്കോടതി പരിശോധിക്കുന്നത് ഈ പറഞ്ഞ പോലെ 226 പ്രകാരമാണ് എന്ന് പ്രത്യേകം ഓർക്കുക കൂട്ടുകാരെ. ഈ ആശയം നാം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനർപരിശോധന അധികാരം എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഭരണഘടന ഒരിടത്തും ഈ നീതിന്യായ പുനർപരിശോധന എന്ന വാദം പരാമർശിക്കപ്പെട്ടിട്ടില്ല. മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും ശ്രദ്ധിക്കണേ, കേന്ദ്രം നിർമ്മിക്കുന്ന നിയമങ്ങൾ അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ, കേന്ദ്രം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, സംസ്ഥാനത്ത് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, കേന്ദ്രത്തിലെ എക്സിക്യൂട്ടീവ് വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, സംസ്ഥാനത്ത് എക്സിക്യൂട്ടീവ് വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, പുറമെ ഭരണഘടനാ ഭേദഗതികൾ. അപ്പോ നിയമങ്ങൾ, ഉത്തരവുകൾ, ഭരണഘടനാ ഭേദഗതികൾ എന്നിവ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ആർക്ക്? സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതി ഈ പറഞ്ഞതുപോലെ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാൽ അതെന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്യുന്നു എന്ന് പ്രത്യേകം ഓർക്കുക. റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ ആശയം നാം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? വളരെ വ്യക്തമായിട്ട് ഓർക്കുക, അത് അമേരിക്കയിൽ നിന്നാണ്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ കൂട്ടുകാരെ ശ്രദ്ധിക്കണേ. ഫോർ എക്സാമ്പിൾ, സംസ്ഥാനത്തിന്റെ നിയമം നിർമ്മിക്കാനുള്ള ഒരു വിഷയത്തിന്മേൽ കേന്ദ്രം ആ വിഷയത്തിൽ ഇടപെട്ട് നിയമം നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? ആ നിയമത്തെ റദ്ദ് ചെയ്യുന്നതാണ്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. കേന്ദ്രം നിർമ്മിക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്നാൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഐ റിപ്പീറ്റ്, ഭരണഘടനയുടെ 7ാമത്തെ പട്ടികയിൽ കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സംസ്ഥാനത്തിന് നിയമം നിർമ്മിക്കാനുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്. രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് നിയമം നിർമ്മിക്കാൻ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും നിയമം നിർമ്മിക്കാൻ ഒരുമിച്ചല്ല, രണ്ടു കൂട്ടർക്കും നിയമം നിർമ്മിക്കാൻ ഒരുപോലെ നിയമം നിർമ്മിക്കാൻ അവകാശം അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കൺകറന്റ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊക്കെ നിയമം നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിന്റെ ഫെഡറൽ തത്വത്തിനെതിരാണ്, സ്റ്റേറ്റിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം എന്ന ആശയത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അടിസ്ഥാന സംഹിതയ്ക്കെതിരാണ്, ബേസിക് സ്ട്രക്ചറിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് റദ്ദ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 13 എന്ന് പ്രത്യേകം ഓർക്കുക കൂട്ടുകാരെ, വ്യക്തമായിട്ട് ഓർക്കുക. ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന വാക്ക് എടുത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ പാർലമെന്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ ഉത്തരവുകൾ, ഭരണഘടനാ ഭേദഗതികൾ എന്നിവ മൗലിക അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവ അസാധുവാക്കാനുള്ള അധികാരമുണ്ട്. 32 പ്രകാരം പുനർപരിശോധിക്കാൻ സുപ്രീം കോടതിക്കും 226 പ്രകാരം പുനർപരിശോധിക്കാൻ ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ഈ ആശയം നാം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണെന്ന് പ്രത്യേകം ഓർക്കുക. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിയുടെ നീതിന്യായ പുനഃപരിശോധന അധികാരം ഉപയോഗിക്കാവുന്നതാണ്. ഭരണഘടനയിൽ ഒരിടത്തും ഈ ഒരു വാക്ക് പരിചരിച്ചിട്ടില്ല. മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുള്ളതാണ്? സുപ്രീം കോടതിക്ക് ഉള്ളതാണ് എന്ന് പ്രത്യേകം ഓർക്കുക കൂട്ടുകാരെ. ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് കേന്ദ്രം നിർമ്മിക്കുന്ന നിയമങ്ങൾ, സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന നിയമങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ, കേന്ദ്രം നിർമ്മിക്കുന്ന ഉത്തരവുകൾ, സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ, അതുപോലെ തന്നെ ഏറ്റവും ആധികാരികമായി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ. അപ്പൊ നിയമങ്ങൾ, ഉത്തരവുകൾ, ഭരണഘടനാ ഭേദഗതികൾ എന്നിവ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പുനർപരിശോധിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാവുന്നതാണ്? സുപ്രീം കോടതിക്ക് അത് റദ്ദ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ
കൂടാതെ ശ്രദ്ധിക്കട്ടെ, ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ആ നിയമം നീതിന്യായ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ചൊരു നിയമം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് തോന്നുന്ന പക്ഷം അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അവരുടെ നിലപാട് ശരിയാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിക്കണം. ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, അധികാര വിഭജനം അല്ലെ, ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു 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 ഫീച്ചറാണ് കൂട്ടുകാരെ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് ഈ ഫെഡറൽ സംവിധാനം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഭരണഘടന 7ാമത്തെ ഷെഡ്യൂൾ അതിൽ തന്നെ 3 ലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം നിർമ്മിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് യൂണിയൻ ലിസ്റ്റും സംസ്ഥാനം നിർമ്മിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ് ലിസ്റ്റും, 2 കൂട്ടർക്കും ഒരുമിച്ച് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലെ കുറിച്ചും. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രം പ്രിവിലേജ് ഉള്ള ഒരു നിയമത്തിന്മേൽ, ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര നിയമം നിർമ്മിക്കുകയാണ് എങ്കിൽ, അങ്ങനെ അത്തരത്തിലൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ആ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം പോവുകയാണെങ്കിൽ ആ നിലപാട് അല്ലെങ്കിൽ ആ തീരുമാനം അത് ശരിയാണ്, അത്തരത്തിലൊരു വിഷയം അത് ഭരണഘടനയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്, അതിൽ കേന്ദ്രം നിയമം നിർമ്മിക്കാൻ പാടില്ല, കേന്ദ്രം തെറ്റായി നിയമം നിർമ്മിച്ചു, അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരാണ്, ഫെഡറൽ സംവിധാനത്തിനെതിരാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് സുപ്രീം കോടതിക്ക് റദ്ദ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 12 വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു, 13 വ്യക്തമായിട്ട് പറഞ്ഞു. 12 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ വ്യക്തമായി നിർവചിക്കുന്നതാണ്. 12 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റിൽ ആരൊക്കെ ഉൾപ്പെടും? കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും, സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും, സർക്കാരിന്റെ സംവിധാനങ്ങൾ, പ്രിവിലേജുകൾ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം സ്റ്റേറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം നമ്മൾ വളരെ വിശദീകരിച്ച് കണ്ടു. കൂട്ടുകാരെ, 14 മുതൽ വളരെ വിശദീകരിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ്.